പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ഏതൊക്കെ കാര്യങ്ങളിൽ എപ്രകാരമൊക്കെയാണ് എന്ന് താൽപര്യപൂർവ്വം മനസ്സിലാക്കി മനസ്സാന്നിധ്യത്തോടെ അവ പിൻപറ്റി അല്ലാഹുവിന്റെ പ്രീതിയുടെ പാതയിൽ നിലകൊള്ളണം. അതാണ് നമ്മുടെ രക്ഷയുടെ വിജയത്തിന്റെ ഏക വഴി. ദുന്യവിയും ഉഖ്റവിയുമായ ഏത് ക്ഷേമവും ഐശ്വര്യവും ഈ തഖ്വയുടെ മാർഗത്തിലൂടെ മാത്രമേ കൈവരിക്കാനാവൂ എന്നുള്ള തികഞ്ഞ ബോധ്യമാവണം ഒരു സത്യവിശ്വാസിയെ മുന്നോട്ട് നയിക്കുന്നത്. സർവശക്തനായ നാഥൻ യഥാർത്ഥ മുത്തഖികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്തംഭം എന്ന നിലക്ക് നമസ്കാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ചെറിയ വിശകലനമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും നമസ്കാരത്തെ സംബന്ധിച്ച് പറയുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അതിലേക്കൊന്നും പോയിട്ടില്ല നമ്മൾ. ആ അർത്ഥത്തിൽ അതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പൊതുവെ നമുക്ക് ധാരണയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രാധാന്യത്തെ സംബന്ധിച്ച് ധാരണയുള്ളതോടൊപ്പം തന്നെ അവ നിർവഹിക്കുന്നതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അലംഭാവം വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ ഉപകരിക്കുന്ന ചില കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവച്ചത്. ഇത്രയും പ്രാധാന്യം, അതായത് ഇസ്ലാം കാര്യങ്ങളിലെ അനുഷ്ഠാനങ്ങളിൽ പലതും അതിന്റെ ഘടനക്കും രൂപത്തിനും അതിന്റെ ചിട്ടവട്ടങ്ങൾക്കുമൊക്കെ പരിഗണനയും പ്രാധാന്യവുമുള്ളതാണ് എന്ന് വരുമ്പോൾ അതേ ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട രണ്ടാമത്തെ കാര്യമായി നമ്മൾ പഠിച്ചു വരുന്ന നമസ്കാരം, അതിന്റെ ഘടനക്കും ചിട്ടവട്ടങ്ങൾക്കും ഉള്ള പ്രാധാന്യം അങ്ങനെ ഉള്ളതോടൊപ്പം തന്നെ സമയത്തിന് നിർവഹിക്കുക എന്നതിന് അതിനേക്കാളൊക്കെ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കൽ വളരെ ആവശ്യമാണ്. ആ കാര്യമാണ് സൂചിപ്പിച്ചത്. അതൊരു യാഥാർത്ഥ്യമായി ഒരാൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ, നമസ്കാരത്തിന്റെ സമയമായാൽ നമസ്കാരത്തിന്റെ ഇനത്തിൽ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യലല്ല, അതിന്റെ വ്യവസ്ഥയും അതിന്റെ ചിട്ടവട്ടങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അപ്പോഴത്തെ അദ്ദേഹത്തിന്റെ അവസ്ഥയിൽ, ശാരീരിക അവസ്ഥയിൽ, മാനസിക അവസ്ഥയിൽ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ അവസ്ഥയിൽ എന്ത് ചെയ്യാൻ കഴിയുമോ അത് അപ്പോൾ തന്നെ നിർവഹിക്കലാണ് നമസ്കാരത്തിന്റെ പൊതു സ്വഭാവം. ഖുർആനും സുന്നത്തും അങ്ങനെയാണ് നമ്മെ പഠിപ്പിച്ചത് എന്ന് നമ്മൾ അംഗീകരിക്കുമ്പോൾ ഇത് ജീവിതത്തിൽ നിലനിർത്താൻ വലിയ പ്രയാസമാണ്. അപ്പോൾ അത് ജീവിതത്തിൽ നിലനിർത്താൻ കഴിയണമെങ്കിൽ നമസ്കാരം ഇങ്ങനെ സമയബന്ധിതമായ ഒരു ഇബാദത്താണ് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം ഈ സമയബന്ധിതമായ ഇബാദത്തിന്റെ നിർവഹണത്തിന് റബ്ബ് സുബ്ഹാനഹു വ തആല ചില ഇളവുകളും ആനുകൂല്യങ്ങളും കൂടി അനുവദിച്ചിട്ടുണ്ട് എന്നുകൂടെ അതിന്റെ കൂടെ മനസ്സിലാക്കണം. ഈ രണ്ടാമത് പറഞ്ഞത് മനസ്സിലാക്കാതെ ഒന്നാമത് പറഞ്ഞത് മാത്രം ഒരാൾ ഉൾക്കൊണ്ടാൽ നമസ്കാരം വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് എന്ന് അദ്ദേഹം കൂടെ കൂടെ ഓർത്തുകൊണ്ടിരിക്കും. പക്ഷേ ജീവിതത്തിൽ നിത്യേനയുള്ള പണി ഈ നമസ്കാരം സമയം വിട്ട് തെറ്റിക്കുക എന്നതായിരിക്കുകയും ചെയ്യും. ഇന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, നിങ്ങളുടെ സഹോദരിമാരെ പരിശോധിച്ചു നോക്കൂ, നിങ്ങളെ തന്നെയും നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. നിങ്ങളുടെ സംരക്ഷണ ചുമതലയിലുള്ള നാളെ റബ്ബിന്റെ മുമ്പിൽ ആരുടെയൊക്കെ കാര്യത്തിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരുമോ അവരെയൊക്കെ നിങ്ങൾ നിരീക്ഷിച്ചു നോക്കൂ. ഞാൻ ഈ നടത്തിയ പ്രസ്താവനകളൊക്കെ ശരിയാണ് എന്നപ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും.
അപ്പോൾ നമസ്കാരത്തിന്റെ സമയത്തിനെ കുറിച്ചുള്ള ആ ശക്തമായ ഊന്നൽ ജീവിതത്തിൽ നിലനിർത്താൻ സാധിക്കണമെങ്കിൽ അനാവശ്യമായ വസ്വാസുകൾ മാറ്റിവെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ന്യായമായും അനുവദിച്ചിട്ടുള്ള ഇളവുകൾ അതാതിന്റെ സ്ഥാനത്ത് ഉപയോഗപ്പെടുത്താൻ കൂടി നമ്മൾ സന്നദ്ധമാകേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഇളവുകളിലെ വളരെ പ്രധാനപ്പെട്ട 2 ഇളവുകളാണ് ജംഉം കസ്റും എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരാൾ മറന്നുപോയി എന്ന് വിചാരിക്കാം. നമസ്കാരം മറന്നുപോയ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. നമസ്കാരം മറന്നുപോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണോ ഓർമ്മ വരുന്നത് അതാണ് അദ്ദേഹത്തിന്റെ സമയം. അല്ലെങ്കിൽ ഒരാൾ ഉറങ്ങിപ്പോയി, ബാങ്ക് കൊടുക്കാൻ 2 മിനിറ്റ് ഉള്ളപ്പോൾ ബോധപൂർവം ഉറങ്ങിയതിനെ പറ്റിയല്ല ഈ പറയുന്നത്. കുറച്ച് നേരത്തെ ഉറങ്ങിപ്പോയി, ആ ഉറക്കം അങ്ങനെ ഉണരാതെ നമസ്കാരത്തിന്റെ സമയവും കടന്ന് നമസ്കാരം ഖളാ ആയി എന്ന് വിചാരിക്കാം. മഗ്രിബോ അസ്റോ കുറഞ്ഞ സമയമുള്ള ഏതോ ഒരു നമസ്കാരം അല്ല, ഇനി ഏത് 5 നേരത്തെ നമസ്കാരങ്ങളിൽ ഏതായാലും ശരി, അങ്ങനെ ഉണർന്നു പോയാൽ ഉണരുന്നത് എപ്പോഴോ അപ്പോഴാണ് അദ്ദേഹത്തിന്റെ സമയം. സുബഹി വളരെ പ്രഭാതത്തിൽ നമസ്കരിക്കേണ്ട ഒരു നമസ്കാരമാണെന്ന് മനസ്സിലാക്കുകയും ആ നമസ്കാരത്തിന് ആ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യാതെ അലക്ഷ്യമായി ഉറങ്ങിയിട്ട് 8 മണിക്ക് ഉണരുമ്പോ അതാണ് അതിന്റെ സമയം എന്നാണ് ഈ പറയുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത്. സ്വാഭാവികമായി ഒരു മനുഷ്യൻ പുലർത്തേണ്ട, ഒരു വിശ്വാസി പുലർത്തേണ്ട ജാഗ്രത പുലർത്തിയതിനു ശേഷം പുലർത്തേണ്ട ജാഗ്രത മനസ്സിലാക്കാൻ നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി. നമ്മള് ഒരു ഏതെങ്കിലും കേരളം വിട്ട് നാട് വിട്ട് എവിടേക്കോ പോയി എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മള് 6, 7, 8 ഒക്കെ വയസ്സുള്ള നമ്മുടെ മക്കളോടൊക്കെ പോകുമ്പോ എന്താ കൊണ്ടുവരേണ്ടത്, മോൾക്ക് എന്താ വേണ്ടത്, മോനെന്താ വേണ്ടത്, അപ്പൊ അവര് നമ്മളോട് പലതും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോയി ഈ സാധനമൊക്കെ വാങ്ങിച്ച് വലിയ അതിർപ്പത്തില്, നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞ വലിയ അതിർപ്പത്തില് നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മൾ വണ്ടിയിൽ വന്നിട്ട് ഗേറ്റിങ് നിന്നിട്ട് ഹോൺ അടിക്കുന്നുണ്ട്. അപ്പൊ ഗേറ്റ് തുറക്കാനാണ്. അപ്പൊ ഈ മോള് നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ തിരിയുന്ന മോൾ അവിടെ ഇരുന്നിട്ട് വാട്സാപ്പ് നോക്കുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഫോണിലോ അങ്ങനെ തല കൂന്നിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. നമ്മൾ 3, 4 പ്രാവശ്യം ഹോണടിച്ചിട്ടും അവള് വന്നിട്ട് ഇത് നിർത്തിയിട്ട് അവള് വന്നിട്ട് ഗേറ്റ് തുറക്കുന്നില്ല. ആ ഹോണടി ഒരു വിളിയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്നിട്ട് ജില്ല താത്തിയിട്ട് വിളിക്കുന്നുണ്ട്. പക്ഷെ ആ കുട്ടിക്ക്, കാര്യബോധമുള്ള ആ കുട്ടി അല്ലെങ്കിൽ ആ ആൾ, വലിയ ആളായാലും കുഴപ്പമൊന്നുമില്ല, നമ്മളുടെ വിളിക്കുത്തരം തരാതെ നമ്മളെ തീരെ തന്നെ ശ്രദ്ധിക്കാതെ അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സെന്താ? നമ്മളാ കൊണ്ടുവന്ന സാധനം ഒന്നും അപ്പോ ആ സന്തോഷത്തിൽ കൊടുക്കൂല. പിന്നെ ഈ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് വേറെ സന്ദർഭത്തിൽ വൈഫിനൊക്കെ ഏൽപ്പിച്ചിട്ട് ഓൾക്ക് കൊടുത്തേക്ക്, അത് കൈമാറുന്നതിന്റെ ഒരു നല്ല ഒരു ആരോഗ്യകരമായ സ്നേഹം പൂത്തുലയുന്ന ഒരു സന്തോഷ മുഹൂർത്തം നഷ്ടപ്പെട്ടു. എന്താ പ്രശ്നം? നമ്മൾ വിളിച്ചപ്പോ വന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ഭൂമുഖത്ത് ആരുടെയെങ്കിലും വിളിക്ക് ഉത്തരം കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് റബ്ബുൽ ഇസ്സത്തിന്റെ വിളിയാണ്. അതാണ് ഈ പള്ളിയിൽ നിന്ന് 5 നേരവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ വിളി കേട്ടിട്ട് ആ വിളിയോട് ഒരു ഗൗരവവും കാണിക്കാത്ത ഒരാൾക്ക് ജീവിതത്തിൽ പടച്ചവനെ കുറിച്ച് എന്തു പേടിയാണുള്ളത്? അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? ജമ്മിനെയും കസറിനെയും സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. മറ്റു കാര്യങ്ങൾ തൽക്കാലം ഞാൻ അതിന്റെ ഇടയിൽ പറഞ്ഞതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇത് റബ്ബിന്റെ വിളിയാണ്. ആ വിളിക്ക് അതിന്റെ സമയത്ത് ആ വിളി ഇപ്പൊ നമ്മള് ഒരാളെ മോളെ അല്ലെങ്കിൽ വൈഫിനെ വിളിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ഒരാളെ വിളിക്കുകയാണ്. വിളിക്കുമ്പോ നീ ആ ഇപ്പൊ ചെയ്യുന്ന പണി കഴിഞ്ഞിട്ട് ഫ്രീ ആകുമ്പോ ഇങ്ങോട്ട് വാ എന്നാണ് വിളിക്കുന്നതെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വന്നാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. റബ്ബിന്റെ വിളി ഒരു മനുഷ്യപ്പറ്റുമില്ലാത്ത വിളിയല്ല. അവന് വിളികൾക്കൊക്കെ ഉത്തരം ചെയ്യാൻ വിശാലത അനുവദിച്ചിട്ടുണ്ട്. വിളികൾക്ക് ആദ്യം ഉത്തരം ചെയ്യുന്നുവെങ്കിൽ അത് അഫ്ളലാണ്. പക്ഷേ ലേശം പിന്തിക്കാനും നമുക്ക് ഇളവ് തന്നിട്ടുണ്ട്. ളുഹറിന് ഒരു സമയമുണ്ട്, തുടക്കമുണ്ട്, അതിന് ഒരു ഒടുക്കമുണ്ട്. അഖിമിസ് സ്വലാത്ത ലിദുലൂകി ശംസി ഇലാ വസഖിൽ ലൈൽ വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. വിശുദ്ധ ഖുർആൻ നമസ്കാരത്തിന്റെ സമയം പറഞ്ഞപ്പോ അത് ഈ സൂര്യന്റെ സഞ്ചാരവുമായിട്ടാണ് അതിനെ ബന്ധപ്പെടുത്തിയത്. അപ്പൊ സൂര്യന്റെ സഞ്ചാരത്തിന്റെ പല ഘട്ടങ്ങൾ വെച്ച് ക്ലോക്കൊന്നുമില്ലാത്ത കാലത്ത് അടിക്കണക്ക് പിടിച്ച് ആളുകൾ ഇത് നിർവഹിച്ചിരുന്ന കാലമുണ്ട്, സൂര്യന്റെ സഞ്ചാരത്തിന്റെ ഗതി നിർണയിച്ചുകൊണ്ട്. അപ്പോ ഈ വിളികൾക്കുള്ളിൽ വിശാലതയുണ്ട്. ആ വിശാലത ഉള്ളിടത്തോളം വിശാലത ഉപയോഗപ്പെടുത്താം.
ബാങ്ക് കേട്ടാൽ ആദ്യത്തെ പണി നമസ്കാരത്തിൽ പ്രവേശിക്കലാവണം വെറുതെ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്നത് ഈ വിളിയുടെ ഗൗരവത്തിന്റെ തന്നെ ഭാഗമാണ്. നേരെ മറിച്ച് മറ്റൊരു ന്യായമായ കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്ക് ആ ന്യായമായ കാര്യത്തിൽ നിന്ന് വിരമിക്കാൻ ആവശ്യമായ ഒരു സമയവും കൂടി എടുക്കാം. അതുകൊണ്ട് വിളി ലേശം വിശാലമാണ്. ദുഹൂറിന്റെ വിളി ഏകദേശം അസർ വരെയുണ്ട്. അസറിന്റേത് മഗ്രിബിനോട് അടുത്ത സമയം വരെയുണ്ട്. മഗ്രിബിന്റേത് ഇശാഇനോട് അടുത്ത സമയം വരെയുണ്ട്. ഷാഫി മദ്ഹബ് അനുസരിച്ച് മഗ്രിബിന്റെ സമയം എന്ന് പറയുന്നത് ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുത്ത് അംഗശുദ്ധി വരുത്തി ഒരാൾക്ക് 5 റക്അത്ത് നമസ്കരിക്കാനുള്ള സമയമാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഹദീസുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഈ മഗ്രിബിന്റെ സമയം ഇശാഇന്റെ സമയം വരെയുണ്ട് എന്ന് കാണാവുന്നതാണ്. മദ്ഹബുകളുടെ ഇടയിൽ വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഈ വീക്ഷണ വ്യത്യാസങ്ങളിൽ ഒരു വിശാലതയും ഒരു സൗകര്യവുമുണ്ട് എന്നുകൂടി നമ്മൾ കാണണം. അത് ഇസ്ലാമിന്റെ ശക്തിയാണ്. വിശ്വാസികൾ നിലവാരമുള്ളവരാണെങ്കിൽ വീക്ഷണ വ്യത്യാസങ്ങൾ ഇസ്ലാമിന്റെ ശക്തിയാണ്, ദൗർബല്യമല്ല എന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ ഇരിക്കട്ടെ. അപ്പൊ യാത്രക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല, ഞാൻ നേരത്തെ പറഞ്ഞു ഉറങ്ങിയ, അവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്. ഉറങ്ങിയ ഒരാള് ഉണരുന്നത് എപ്പോഴോ അതാണ് അയാളുടെ സമയം എന്ന് കരുതിയിട്ട് അലക്ഷ്യമായി ഉറങ്ങിയിട്ട് ഏതോ സമയത്ത് ഉണരുമ്പോ സുബഹി നമസ്കരിക്കുന്നതിനെ പറ്റിയല്ല ഈ പറയുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് റബ്ബിന്റെ വിളിയെപ്പറ്റി ഞാൻ ചില പ്രസ്താവനകൾ നടത്തിയത്. നമുക്ക് ആദ്യം പറഞ്ഞിടത്തേക്ക് തന്നെ പോകാം. അപ്പൊ ഉറങ്ങിയ ആൾക്ക് ഉണർന്ന സമയമാണ് അയാളുടെ സമയം. അപ്പോഴേ അയാൾക്കത് നിർബന്ധമാകുന്നുള്ളൂ. മറന്ന ഒരാൾക്ക് എപ്പോഴാണോ ഓർമ്മ വരുന്നത് അപ്പോഴേ ബാധകമാകുന്നുള്ളൂ. ബുദ്ധിയുടെ വകതിരിവ് ഏതോ ഒരു കാരണത്താൽ, എന്തോ ഒരു ചികിത്സയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അസുഖത്തിന്റെ ഭാഗമായിട്ടോ സമനില തെറ്റി എന്ന് കരുതുക, ബോധം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. എപ്പോഴാണ് അദ്ദേഹത്തിന് സുബോധം തിരിച്ചു വരുന്നത് അപ്പോഴുള്ളത് മുതലേ അദ്ദേഹത്തിന് നിർബന്ധമാകുന്നുള്ളൂ. ഈ ഇളവുകളൊക്കെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. ഇത് കഴിച്ച് ബാക്കി സ്ഥിരമായി പ്രയോജനപ്പെടുത്തപ്പെടേണ്ടി വരുന്ന 2 ഇളവുകളെ കുറിച്ചാണ് ഞാനിപ്പോ പറയുന്നത്. അതിലൊന്ന് ജംഅ്, നമസ്കാരങ്ങൾ തമ്മിൽ 4 റക്അത്തുള്ള നമസ്കാരങ്ങൾ ഈ 2 റക്അത്തായി ചുരുക്കാതെ ആ 2 നമസ്കാരങ്ങളും തമ്മിൽ ചേർത്ത് നമസ്കരിക്കുക. ഇതിനാണ് ജംഅ് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ നമസ്കാരങ്ങൾക്കിടയിൽ മഴയോ മറ്റ് യാത്രയോ മറ്റ് തടസ്സങ്ങളോ ഇല്ലാതെ തന്നെ മദീനയിൽ വെച്ച് ഈ നമസ്കാരങ്ങൾ പരസ്പരം ചേർത്ത് നമസ്കരിച്ചു എന്ന് ഹദീസിലുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്തത്? അത് തന്റെ അനുയായികൾക്ക് അള്ളാഹുവിന്റെ ആ ആനുകൂല്യം, അള്ളാഹു നൽകിയിട്ടുള്ള ആനുകൂല്യം അവരെ ബോധ്യപ്പെടുത്താൻ എന്നതിന് വിശദീകരണം നൽകപ്പെടുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ജംഅ് എന്ന് പറയുന്നത് യാത്രയുമായി ബന്ധപ്പെട്ട കാര്യമല്ല, അത് ഒരു ഇളവാണ്. എന്താണ് ആ ഇളവ്? ളുഹർ നമസ്കാരവും അസർ നമസ്കാരവും ഒന്നുകിൽ ളുഹറിന്റെ സമയത്ത് അല്ലെങ്കിൽ അസറിന്റെ സമയത്ത് ഒന്നിച്ച് നമസ്കരിക്കാം. ആദ്യം 4 റക്അത്ത് ളുഹർ, പിന്നെ 4 റക്അത്ത് അസർ. ഇത് പിന്നെ ഈ ഇളവ് ആവശ്യമുള്ള തരത്തിലുള്ള ആളുകളുണ്ടാവും. അതുപോലെ തന്നെ മഗ്രിബും ഇശാവും ഒന്നുകിൽ മഗ്രിബ് നമസ്കരിച്ച ഉടനെ ഇശാ നമസ്കരിക്കുക, അല്ലെങ്കിൽ മഗ്രിബ് പിന്തിച്ച് ആദ്യം പിന്നെ ഇശാന്റെ സമയമായ ശേഷം ആദ്യം മഗ്രിബ് നമസ്കരിക്കുക, പിന്നെ ഇശാ നമസ്കരിക്കുക. 4 റക്അത്ത്, 3 റക്അത്ത് മഗ്രിബും 4 റക്അത്ത് ഇശയും. ഇതിലേതെങ്കിലും ഒരു നമസ്കാരത്തിന്റെ സമയത്ത് ഇങ്ങോട്ടോ അങ്ങോട്ടോ ചേർത്ത് വെച്ച് നമസ്കരിക്കുക. ചുരുക്കാതെ, റക്അത്തുകളുടെ എണ്ണം ചുരുക്കാതെ 4 റക്അത്തുള്ളത് 4 റക്അത്തായിക്കൊണ്ട് തന്നെ നമസ്കരിക്കുക. ഇതിനാണ് ജംഅ് എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ യാത്രക്കാരുമായി ബന്ധപ്പെട്ട കാര്യമല്ല. യാത്രക്കാർക്ക് ജംഇന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്താം. പക്ഷേ ജംഅ് എന്ന് പറയുന്നത് മറ്റ് ന്യായമായ അസൗകര്യങ്ങൾ ഉള്ളവർക്കുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഡോക്ടറോ അല്ലെങ്കിൽ ഡോക്ടറെ സഹായിക്കുന്നവരായ ആളുകൾ, അവരെ അത്ര കണിശമായിട്ട് സമയത്തിന് യാത്രയില്ല അവർക്ക്. അവരവിടെ സ്ഥിരമാണെന്ന്, ഒന്നുകിൽ ഹോസ്പിറ്റൽ അവരുടെ നാട്ടിലാണ്. അപ്പൊ യാത്രക്കാരുടെ ആനുകൂല്യം അവർക്ക് ഉപയോഗിക്കാൻ വകുപ്പില്ല എന്ന് വിചാരിക്കുക. അവർ കൃത്യമായിട്ടും നമസ്കാരം നിലനിർത്തണമെങ്കിൽ അവർക്ക് ഈ ഓപ്പറേഷൻ തിയേറ്ററിലെ എൻഗേജ്മെന്റിന്റെ സ്വഭാവം നോക്കിയിട്ട് ഒന്നുകിൽ അസറിന്റെ സമയത്തേക്ക് ളുഹർ അങ്ങോട്ട് പിന്തിച്ചോ അല്ലെങ്കിൽ ളുഹറിന്റെ സമയത്തേക്ക് അസർ ഇങ്ങോട്ട് മുന്തിച്ചോ നമസ്കരിക്കുകയാണ് പ്രായോഗികം. 4 റക്അത്ത് നമസ്കരിക്കണം, 4 റക്അത്ത് ളുഹറും 4 റക്അത്ത് അസറും. അല്ലെങ്കിൽ വീട്ടിൽ രോഗിയെ പരിപാലിക്കുകയാണ് ഒരാൾ. ആ രോഗി നിരന്തര ശ്രദ്ധ വേണ്ടതാണ്. അദ്ദേഹത്തിന്റെ കയ്യിലും കാലിലും മൂക്കിലും ഒക്കെ പലതരത്തിലുള്ള, അങ്ങനെയാണല്ലോ. അങ്ങനത്തെ ഒരു അവസ്ഥയിലൊന്നും അല്ലാഹു നമ്മെ ഒന്നും അകപ്പെടുത്താതിരിക്കട്ടെ. അപ്പോ അങ്ങനെ നമ്മൾ കണ്ടാൽ വിഷമിച്ചു പോകും.
ഇങ്ങനത്തെ ഒരു രോഗിയാണ്. ആ കൈകൾക്കൊക്കെ ബലവും ആരോഗ്യവും ഉള്ളത് കൊണ്ട് ഇതൊക്കെ പിടിച്ചു വലിച്ച് അപകടപ്പെടുത്താൻ സാധ്യതയുണ്ട്. അപ്പൊ നോക്കിയിരിക്കണം, സദാസമയവും നോക്കിയിരിക്കണം. മക്കളൊക്കെ ഓരോ വഴിക്ക് പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ബന്ധുക്കൾ അത്ര അധികമില്ല. ഈ എല്ലാ സ്നേഹവും എല്ലാ ആദരവും എല്ലാ അംഗീകാരവും ഒക്കെ ഒരു മനുഷ്യനങ്ങ് അടഞ്ഞ കിടപ്പിലാകുന്നതോടുകൂടി അവസാനിക്കുമെന്ന് നമ്മൾ കാണണം. അങ്ങനെയുള്ള രോഗികളുടെ അടുക്കൽ ആ രോഗികളെ പരിചരിക്കാൻ നമ്മുടെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു രോഗിയുണ്ടെങ്കിൽ വെറുതെ ചെന്ന് സംസാരിച്ച് പിരിഞ്ഞു പോരുന്നതിന് പകരം ഈ റസൂലുള്ള രോഗി സന്ദർശനത്തിന് ഹദീസിൽ പ്രയോഗിച്ചത് ഇയാദ എന്നാണ്. ഇയാദത്തുൽ മരീദ്, സിയാറത്ത് എന്നല്ല. അലാ ഫസൂറുഹ, ഖബർ സിയാറത്തിനെ പറ്റി അല്ലാഹുവിന്റെ റസൂല് അലാ ഫസൂറുഹ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ ഖബർ സിയാറത്ത് ഇനി നിങ്ങൾ സന്ദർശിച്ചു കൊള്ളുക. മുമ്പ് ഞാൻ നിരോധിച്ചിരുന്നു, ഇനി നിങ്ങൾ സന്ദർശിച്ചു കൊള്ളുക. അപ്പൊ അവിടെ സിയാറ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. നേരെ മറിച്ച് രോഗികളെ സന്ദർശിക്കലല്ല. നമ്മളിങ്ങനെ പോയിട്ട് ഓരോ വീട്ടിൽ കയറി ഇറങ്ങിയിട്ട് അസ്സലാമു അലൈക്കും, ആ വീട്ടിൽ ആ രോഗിനെ പരിചരിക്കുന്ന ആൾക്ക് കൂടി ഒരു സ്വസ്ഥതയും കൊടുക്കാത്ത വിധം ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പരിപാടിയല്ല യഥാർത്ഥത്തിൽ രോഗി സന്ദർശനം. രോഗി സന്ദർശനമല്ല, രോഗി പരിചരണമാണ്. ഇതിന്റെ അർത്ഥം വളരെ അടുത്ത സുഹൃത്തുക്കൾ രോഗിയായിരിക്കുമ്പോ പോയി കാണണ്ട എന്നല്ല, അത് വേറെ കാര്യമാണ്. പക്ഷെ രോഗിയുടെ അടുത്ത് ചെന്നാൽ രോഗിക്ക് എന്ത് പരിചരണമാണോ വേണ്ടത് അത് ചെയ്യുക. ആ ഗൾഫ് രാജ്യങ്ങളിൽ പോയവർക്കറിയാം, ക്ലിനിക് എന്നതിന് അറബിയിൽ അൽ ഇയാദ എന്നാണ് പറയാ, അല്ലാതെ അൽ സിയാറ എന്നല്ല. അപ്പോ രോഗിയായാൽ സന്ദർശിക്കുക എന്നല്ല, രോഗിയായാൽ ന്യായമായ പരിചരണം നൽകുക എന്നതാണ്. അങ്ങനെ നമ്മുടെ ശ്രദ്ധയിൽ നോക്കാൻ ആളില്ലാത്ത ആളുകളുണ്ടെങ്കിൽ കുറച്ച് ഇന്ന് ഞാൻ നിൽക്കാം എന്ന് പറയാനുള്ള ഒരു മനസ്സും സന്നദ്ധത കൂടി നമുക്ക് വേണം. കാരണം നമ്മുടെ ഈ കനിവ് പോലെ ആരുടെയോ കനിവിലായിരിക്കും നാളെ ഞാനും എന്ന് കാണണം. നമുക്ക് ഈ പറഞ്ഞിടത്തേക്ക് തന്നെ വരാം. അതായത് അങ്ങനെ ഒരു രോഗിയെ നോക്കിയിരിക്കുന്ന രോഗിയുടെ കൂട്ടിരിപ്പുകാർ. ഈ രോഗിയുടെ കൂട്ടിരിപ്പുകാരന് അപ്പോഴാണ് ഒരു സുഹൃത്ത് വന്നത്. നിങ്ങൾ ഇവിടെ നിൽക്കി, ഞാൻ നിസ്കരിച്ചിട്ട് വരാം. അപ്പോഴാണ് അയാൾക്ക് ആകെ ഒന്ന് സമാധാനത്തിൽ ഒഴിഞ്ഞു പോകാൻ പറ്റുന്നത്. സ്വന്തം വീട്ടിലാണ്. അയാൾ ഇപ്പോൾ വേഗം പോയിട്ട് വുളു ചെയ്തിട്ട് 4 റക്അത്ത് ളുഹറും 4 റക്അത്ത് അസ്റും നിസ്കരിക്കുന്നു. ജമ്മാണത്, സ്വന്തം വീട്ടിൽ വെച്ചാണ്, ഫർള് നമസ്കാരമാണ്. ഇതിനുള്ള അനുവാദം അള്ളാഹുവും റസൂലും നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ടാകും, പല അവസ്ഥയിലുള്ള ആളുകൾ ഉണ്ടാകും. വലിയ ഇന്റർവ്യൂവിന് വേണ്ടി ഏർപ്പെട്ട് അതിൽ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാകും. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഒഴിക്കാവുന്ന നമ്മുടെ കഴിവിൽപ്പെടാത്ത, നമസ്കാരം സമയത്തിന് നിർവഹിക്കാൻ സാധ്യമല്ലാത്ത സ്വഭാവത്തിലുള്ള പലതരത്തിലുള്ള ഏർപ്പാടുകളും ഉണ്ടാകും. അത്തരം സന്ദർഭങ്ങളിൽ നമസ്കാരം നഷ്ടപ്പെടാതിരിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ച, നമുക്ക് അനുവദിച്ച ഇളവാണ് ജംഅ് എന്ന് പറയുന്നത്. അതങ്ങനെ മനസ്സിലാക്കണം. മൂത്രവാർച്ചക്കാരെ പോലെയുള്ള അസുഖമുള്ളവർ, അല്ലെങ്കിൽ ആർത്തവമല്ലാതെ തന്നെ രക്തസ്രാവമുള്ളവർ, അപ്പൊ അത് കഴുകി ശുദ്ധിയാക്കിയിട്ട് വേണം നമസ്കരിക്കാൻ. ഇത് പതിവായ ഒരു രോഗമാണെന്ന് കരുതുക. അപ്പൊ 2 പ്രാവശ്യം തണുപ്പ് കാലാവസ്ഥയിലാണ് അധികം വെള്ളം ഉപയോഗിക്കുന്നത്, ആരോഗ്യ പ്രശ്നവുമുണ്ട്. അപ്പോ ഈ അത്തരം ആളുകൾക്ക് കുളിച്ച് വൃത്തിയായ ശേഷം ദുഹറിന്റെ സമയത്തോ അസറിന്റെ സമയത്തോ ഈ നമസ്കാരങ്ങൾ ഒന്നിച്ച് നമസ്കരിക്കാം, ചുരുക്കാൻ പറ്റുകയില്ല. ഇതിനാണ് ജംഅ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് കസ്റാണ്, നമസ്കാരം ചുരുക്കി നമസ്കരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വഇദാ ലറബ്തും ഫിൽ അർളി ഫലൈസ അലൈക്കും ജുനാഹുൻ വഇദാ ലറബ്തും ഫിൽ അർളി ഫലൈസ അലൈക്കും ജുനാഹുൻ അൻ തഖ്സുറു മിനസ് സ്വലാത്തി أن تقصروا من الصلاة إن خفتم أن يفتنكم الذين كفروا. നിഷേധികൾ നിങ്ങളെ അപകടത്തിൽപ്പെടുത്തുമെന്ന ഭയമുണ്ടെങ്കിൽ നിങ്ങൾ ഭൂമിയിൽ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ നമസ്കാരം ചുരുക്കാൻ നിങ്ങൾക്ക് അനുവാദമുണ്ട്. ചുരുക്കുന്നതിൽ തകരാറില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അങ്ങനെയാണ് ഈ വിധി നമ്മെ പഠിപ്പിച്ചത്. അപ്പൊ അവിടെ ഒരു അതിനോട് ചേർത്ത് നിഷേധികൾ നിങ്ങളെ അപകടപ്പെടുത്തുമെങ്കിൽ എന്ന ഒരു പ്രയോഗമുണ്ട്. ഈ ആയത്ത് അള്ളാന്റെ റസൂലിനാണ് അവതരിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിശ്ചയിച്ചത് ഈ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരാനാണ്. അതുകൊണ്ട് റസൂലിന്റെ സുന്നത്ത് എന്ന് പറയുന്നത് ഖുർആനിനെ പോലെ തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രമാണമാണ്. ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം.
നിങ്ങളിൽ താങ്കൾ യാസീന്റെ തുടക്കത്തിൽ തന്നെ ഉള്ളതാണ്. ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. താങ്കൾ ദൂതന്മാരിൽപ്പെട്ടവരാണ്. എന്താണ് സിറാത്തുൽ മുസ്തഖീമിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കുന്ന ഈ സിറാത്തുൽ മുസ്തഖീം ഉണ്ടല്ലോ, ആ സിറാത്തുൽ മുസ്തഖീമിലാണ് അള്ളാന്റെ റസൂൽ നിലകൊള്ളുന്നത് എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ആ സിറാത്തുൽ മുസ്തഖീമിൽ നിലകൊള്ളുന്ന റസൂല് നമ്മോട് പറയുകയാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് പിന്നെ ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, അല്ല, ഈ നമസ്കാരത്തിന്റെ ചുരുക്കി നിസ്കരിക്കുക എന്ന് പറയുന്നത് ശത്രുക്കളുടെ അപകടം ഭയക്കുന്ന ഘട്ടത്തിലാണ് എന്നല്ലേ ഖുർആനിൽ നിന്ന് മനസ്സിലാവുന്നത്, പിന്നെ നമ്മളെന്താണ് അപകടാവസ്ഥകളില്ലാതെയും ചുരുക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതേ സംശയം എനിക്കുണ്ടായിരുന്നു. ഞാൻ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സദഖത്തുൻ തസദ്ദഖല്ലാഹു ബിഹാ അലൈക്കും ഫഖ്ബലു സദഖതഹ. ഇത് അള്ളാഹു നിങ്ങൾക്ക് അവന്റെ ഭാഗത്ത് നിന്ന് തന്ന ഒരു ദാനമാണ്. ആ ദാനം നിങ്ങൾ സ്വീകരിക്കൂ. അതുകൊണ്ട് അത് നിഷേധികൾ സൃഷ്ടിക്കുന്ന അപകട ഭീഷണി ഇല്ലെങ്കിലും യാത്രക്കാരാണോ നിങ്ങൾക്ക് ഇളവുണ്ട്. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിന്റെ ആശയം ഇപ്രകാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം 2 റക്അത്ത് വീതമാണ് നിർബന്ധമാക്കിയത്. മക്കയിലാകുമ്പോൾ 2 റക്അത്ത് വീതമാണുള്ളത്. മദീനയിൽ ചെന്നപ്പോൾ അത് 4 റക്അത്ത് വീതമായി. മഗ്രിബിൽ വർധനവുണ്ടായില്ല, കാരണം അത് പകലിന്റെ വിത്റാണ്, പകലിന്റെ ഒറ്റയായ നമസ്കാരമാണ്. സുബഹിയുടെ എണ്ണം വർദ്ധിപ്പിച്ചില്ല, കാരണം അവിടെ ദീർഘിച്ച ഖുർആൻ പാരായണമുണ്ട്. ബാക്കി നമസ്കാരങ്ങളൊക്കെ 2 ഉണ്ടായിരുന്നത് യാത്രക്കാർക്കായി നിലനിർത്തുകയും മുഖീമീങ്ങളായ സ്ഥിരതാമസക്കാരായ ആളുകൾക്ക് 4 നിശ്ചയിക്കുകയും ചെയ്തു. അപ്പൊ നിങ്ങൾ സ്ഥിരതാമസക്കാരാണോ എങ്കിൽ 4 നിർവഹിക്കണം, നിങ്ങൾ യാത്രക്കാരനാണോ എങ്കിൽ 2. ഇത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഇളവാണ്. ആ ഇളവ് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മൾ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ എവിടെ നിന്നാണ് നാസ്ത കഴിക്കുക, എവിടെ നിന്നാണ് ഇന്ധനം നിറയ്ക്കുക, എവിടെയാണ് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ പറ്റുക, എവിടെയാണ് ഉച്ചഭക്ഷണം, രാത്രി എവിടെ താമസിക്കും, ഇതൊന്നും ആലോചിക്കാതെ അള്ള കാക്കുന്നു വിചാരിച്ചിട്ട് അപ്പുറവും ചിന്തിക്കാതെ ഇറങ്ങി പുറപ്പെടുവോ? ഇല്ലല്ലോ. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ആസൂത്രണത്തിൽ വരുന്നുണ്ടെങ്കിൽ ആ ആസൂത്രണത്തിന്റെ മുൻനിരയിൽ വരേണ്ട ഒരു കാര്യമാണ് നമസ്കാരം എവിടെ നിന്നായിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും, നമസ്കാരം നമുക്ക് പിന്തിച്ചാൽ ഇശാവോടുകൂടി മഗ്രിബ് നമസ്കരിക്കാം, അല്ലെങ്കിൽ മഗ്രിബ് നമസ്കരിക്കുമ്പോൾ തന്നെ ഇങ്ങോട്ട് ചേർത്ത് നമസ്കരിച്ചാൽ തുടർന്നുള്ള യാത്രയിൽ കുറെ സൗകര്യമുണ്ടാവും. അപ്പോ നേരത്തെ പറഞ്ഞ അതേ നമസ്കാരങ്ങൾ തന്നെ ളുഹറും അസറും യാത്രക്കാരാണോ അവർക്ക് ഈ 2 വീതം നമസ്കരിച്ചാൽ മതി. ഇതിനാണ് ഖസ്ർ, ചുരുക്കുക എന്ന് പറയുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജമ്മും കസറും എന്നത് ഒരേ കാര്യത്തിന് പറയുന്ന 2 പേരല്ല. അപൂർവം ചിലർ അങ്ങനെ ധരിച്ചതായിട്ട് പോലും മനസ്സിലാകുന്നുണ്ട്. അതായത് ഒരേ കാര്യം, നമസ്കാരം ജമ്മും കസറും ആക്കി എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ജമ്മു മാത്രമേ ആക്കിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ എന്തേ കസറാക്കാതിരുന്നത്? അപ്പൊ ജമ്മു കസർ ഇത് രണ്ടും 2 കാര്യമാണ് എന്ന് തന്നെ ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ജംഅ് എന്ന് പറയുന്നത് ന്യായമായ അസൗകര്യമുള്ളവർക്കുള്ളതാണ്. അതിന് യാത്രയുമായി സവിശേഷ ബന്ധമില്ല. അതിന്റെ ഉദാഹരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഖസർ എന്ന് പറയുന്നത് ചുരുക്കി നമസ്കരിക്കലാണ്. ളുഹർ 2 റക്അത്തും അസർ 2 റക്അത്തും ഈ ഏതെങ്കിലും ഒന്നിന്റെ സമയത്ത് നിർവഹിക്കാം. ളുഹറിന്റെ സമയത്ത് ളുഹർ 2ഉം അസർ 2ഉമായി നിസ്കരിക്കാം. അപ്പൊ ജമ്മും കസറും എന്നാണ് അറബിയിൽ അതിന് പ്രയോഗിക്കുന്നത്. അത് 2 നമസ്കാരങ്ങളെ ചേർക്കുന്നുണ്ട്, 2 നമസ്കാരങ്ങളെ ചുരുക്കുന്നുമുണ്ട്. ഈ ചുരുക്കി നമസ്കരിക്കുക എന്നത് യാത്രക്കാർക്ക് മാത്രമുള്ള ഇളവാണ്. സ്വന്തം വീട്ടിൽ വെച്ച് ഒരവസ്ഥയിലും 2 റക്അത്ത് നമസ്കരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണെന്ന് ഒരു 4 മണിക്ക് മുമ്പ് ഒരു 2:30ക്ക് നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടും ഒരു യാത്ര. അപ്പൊ ചില ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്, അവർ 4 റക്അത്ത് ളുഹർ നിസ്കരിക്കും. പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുത്ത് 4 റക്അത്ത് ളുഹർ നിസ്കരിച്ചിട്ട് അതിന്റെ കൂടെ 2 റക്അത്ത് അസ്റും നിസ്കരിക്കും. സ്വന്തം വീട്ടിലോ നാട്ടിലോ വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ അവരുടെ പ്രദേശത്തിന്റെ പരിധി കടന്നിരിക്കണം. ഇപ്പൊ മലപ്പുറം എന്ന് പറയുന്ന ഈ ടൗണിലുള്ള ഒരാൾക്ക് മലപ്പുറത്തിന്റെ പരിധി ഏതാണോ അത് കടന്ന ശേഷം ജമ്മും കസറുമാക്കാം. സ്വന്തം നാടിന്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് കസർ അഥവാ ചുരുക്കി നമസ്കരിക്കുക എന്ന ഒരു വകുപ്പില്ല. അപ്പൊ പിന്നെ ആ യാത്രക്കാരൻ അയാൾ എന്ത് ചെയ്യണം? അയാൾ 4 റക്അത്ത് ളുഹർ കഴിഞ്ഞിട്ട് 4 റക്അത്ത് അസറും കൂടി ജമ്മാക്കി നിസ്കരിക്കണം, എന്നിട്ട് യാത്ര പുറപ്പെടണം. കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ നാട്ടിലാണുള്ളത്. അപ്പൊ നാട്ടിൽ അതുപോലെ ഈ യാത്ര പോയി കുറെ കറങ്ങി തിരിഞ്ഞ് 1-2 ദിവസത്തെ യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ മഗ്രിബും ഇശായും ബാക്കിയുണ്ട്. അങ്ങനെയാണ് വീട്ടിലെത്തിയത്.
വഴിയിൽ എവിടെയെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ 3 റക്അത്ത് മഗ്രിബും 2 റക്അത്ത് ഇശായും നമസ്കരിക്കാൻ അനുവാദമുണ്ട്. ആ അനുവാദം പ്രയോജനപ്പെടുത്തുന്നത് ഒരു രണ്ടാം തരം കാര്യമാണെന്ന് കരുതേണ്ട കാര്യമില്ല. അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് നൽകിയ ഇളവാണ്. ഇളവുകൾ പ്രയോജനപ്പെടുത്തലാണ് അള്ളാഹുവിന് ഇഷ്ടം എന്ന് കാണണം. ഇനി അങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ചെയ്യാൻ പറ്റാതെ മഗ്രിബും ഇശായും കൊണ്ട് അയാൾ വീട്ടിലേക്ക് എത്തിയാലോ, അയാൾ 3 റക്അത്ത് മഗ്രിബും 4 റക്അത്ത് ഇശായും നമസ്കരിക്കണം. പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്. ഖസ്ർ യാത്രക്കാർക്കുള്ളതാണ്. സ്വന്തം വീട്ടിൽ വെച്ച് 2 റക്അത്ത് നമസ്കരിക്കുക എന്ന ഒരു വകുപ്പ് അതുകൊണ്ടൊരിക്കലും ഉണ്ടാവുകയില്ല. അതേസമയം ഈ യാത്രയുടെ ദൂരം എത്രയാണ്, ഇതിന്റെ കുറെ മസാല ഉണ്ടാവും. ഇതിപ്പോ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് പല സംശയങ്ങളും ജനിക്കുന്നുണ്ടാകും. എല്ലാം കൂടി ഇവിടെ വെച്ച് നിർവഹിക്കാൻ നമുക്ക് പരിഹരിക്കാൻ നിർവാഹമില്ല. ഞാൻ അതിന്റെ പ്രധാന കാര്യങ്ങൾ വളരെ ചുരുക്കി പറയാണ്. ഇത്ര കിലോമീറ്റർ യാത്ര എന്ന് ഖുർആനോ സുന്നത്തോ ഉപാധി വെച്ചിട്ടില്ല. 10-20 അഭിപ്രായങ്ങൾ മദ്ഹബിന്റെ പണ്ഡിതന്മാരുൾപ്പെടെ ഫുഖഹാക്കൾ പറഞ്ഞതായിട്ട് കിതാബുകളിൽ കാണാം. അതൊക്കെ ആരൊക്കെ പറഞ്ഞോ അവരുടെയൊക്കെ അഭിപ്രായങ്ങളാണ്. നമ്മളൊരു അഭിപ്രായത്തിന് ഒരു അഭിപ്രായം നമ്മുടെ കർമ്മത്തിന്റെ അടിസ്ഥാനമാക്കണമെങ്കിൽ ഒന്നുകിൽ അള്ളാഹ് പറയണം, അല്ലെങ്കിൽ റസൂല് പറയണം. അള്ളാഹുവും റസൂലും ഇത്ര കിലോമീറ്റർ എന്ന് പറയാത്ത സ്ഥിതിക്ക് യാത്ര എന്ന് പറയുന്നത് എന്തിനാണോ അതിൽ ഈ അളവ് ഉപയോഗിക്കാം. ഈ മലപ്പുറത്തിന്റെ ചുറ്റുവട്ടത്തുള്ള ഒരാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് അങ്ങാടിക്ക് പോകുമ്പോൾ നിങ്ങൾ എടുക്കുക പോണേ ഞാനൊരു യാത്ര പോവുകയാണെന്ന് പറയോ? തമാശയ്ക്ക് ചിലപ്പം പറയും, കാര്യത്തിൽ ഒരിക്കലും പറയില്ല. കാരണം അതൊരു യാത്രയല്ല, അയാളുടെ ഏറ്റവും അടുത്ത ടൗണിലേക്ക് വന്നതാണ്. മലപ്പുറത്ത് അല്ലെങ്കിൽ ആ പറഞ്ഞ വ്യക്തി തന്നെ കോഴിക്കോട് പോവുകയാണ്, നിങ്ങൾ എടുക്കാൻ പോണ ഒരു യാത്ര ഉണ്ട്. കാരണം കോഴിക്കോട്ടേക്ക് അതൊരു യാത്ര തന്നെയാണ്. അപ്പൊ യാത്ര എന്ന് പറഞ്ഞ് പുറപ്പെടാവുന്ന സ്വഭാവത്തിലുള്ളത് എത്രയാണോ, കിലോമീറ്റർ ഒന്നും അവിടെ വിഷയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വന്ന സഹീഹായ ഹദീസുകളിൽ കാണാം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വെച്ച്, ഹിജ്റയ്ക്ക് ശേഷം മദീനയിൽ വെച്ച് 4 റക്അത്ത് നമസ്കരിച്ചു. ദുൽ ഹുലൈഫയിൽ വെച്ച് 2 റക്അത്ത് നമസ്കരിച്ചു. ദുൽ ഹുലൈഫ ഈ അവിടൊക്കെ പോയിട്ട് പിന്നെ ഉംറക്കും മറ്റും പോയിട്ട് നിങ്ങളിൽ പലർക്കും കേട്ടുപരിചയമുള്ള സ്ഥലമായിരിക്കും. ഏകദേശം ഒരു 12 കിലോമീറ്ററോ 10-12 കിലോമീറ്റർ ദൂരം ഉണ്ടാവും മദീനയും ദുൽ ഹുലൈഫയും തമ്മിൽ. ഈ 12 കിലോമീറ്റർ ദൂരത്തിനിടക്ക് അവിടെ വെച്ച് മദീനയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 റക്അത്ത് നമസ്കരിച്ചു എന്നും ദുൽ ഹുലൈഫയിൽ വെച്ച് 2 റക്അത്ത് നമസ്കരിച്ചു എന്നും സഹീഹായ റിപ്പോർട്ടുകളിൽ കാണുന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മദീനയുടെ പരിധി വിട്ടു. ദുൽ ഹുലൈഫ വേറൊരു പ്രദേശമാണ്. യാത്രയിലേക്ക് ഏർപ്പെട്ടു കഴിഞ്ഞു. മലപ്പുറത്തുള്ള ഒരുത്തൻ യാത്രയിലേക്ക് പ്രവേശിച്ച് തൊട്ടടുത്ത അതോ 2 ടൗൺ അപ്പുറത്തെത്തുമ്പോ അദ്ദേഹം യാത്രക്കാരനായി മാറി. പിന്നെ അദ്ദേഹത്തിന് ഖസ്ർ എന്ന ആനുകൂല്യം പ്രയോജനപ്പെടുത്താം. സ്വന്തം വീട്ടിൽ സ്വന്തം നാട്ടിൽ വെച്ച് നമസ്കാരം ചുരുക്കി നമസ്കരിക്കാനുള്ള ഒരു വകുപ്പുമില്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യണം. മറ്റ് മസ്അലകളെ സംബന്ധിച്ച് ഇപ്പൊ പറയുന്നില്ല. ഹദീസുകൾ മൊത്തം പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയിലായിരിക്കെ 4 റക്അത്ത് പൂർണ്ണമായി നമസ്കരിച്ച ഒരു റിപ്പോർട്ടും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. യാത്രയിലായിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹർ 4 നമസ്കരിച്ചു, അസർ 4 നമസ്കരിച്ചു, ഇശ 4 നമസ്കരിച്ചു. ഇങ്ങനെയുള്ള ഒരു റിപ്പോർട്ടും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇത് ഫുഖഹാക്കൾ പൊതുവെ ഏകോപിച്ച കാര്യമാണ്. അതുകൊണ്ട് ഫുഖഹാക്കൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം യാത്രക്കാരൻ കസറാക്കണോ വേണ്ടയോ എന്നതല്ല, യാത്രക്കാരൻ കസറാക്കൽ നിർബന്ധമാണോ അല്ലയോ എന്നതാണ് എന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് ഹനഫി മദ്ഹബ് അനുസരിച്ച് ചുരുക്കി നമസ്കരിക്കുക എന്നത് നിർബന്ധമാണ്. 4 റക്അത്തുള്ള ജമാഅത്തിൽ ചേർന്നാൽ ആദ്യത്തെ ഇടയിൽ അത്തഹിയ്യാത്തോടു കൂടി അദ്ദേഹത്തിന്റെ നമസ്കാരം തീരും എന്നാണ് ഇമാം അബു ഹനീഫ അവരുടെ അഭിപ്രായം. ഇത്രയും ഗൗരവം ജമ്മിനും കസറിനുമുണ്ട്. ആ ഗൗരവം അതിനുണ്ടായത്, അതിനേക്കാൾ ഗൗരവം സമയബന്ധിതമായ ഈ ഇബാദത്തിന്റെ നിർവഹണത്തിനുണ്ടായതുകൊണ്ടാണ് എന്ന് നമ്മൾ കാണണം. ഇങ്ങനെ ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഇളവുകളായി പ്രയോജനപ്പെടുത്തി വസുവാസുകൾ മാറ്റിവെച്ച് സമയബന്ധിതമായി നമസ്കാരം നിലനിർത്തുന്നതിൽ ജാഗ്രത പുലർത്തണം എന്നുണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വീഴ്ചകളും പോരായ്മകളും റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്തു മാപ്പാക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നീ തിരിച്ചു വിളിച്ച ധാരാളം ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ബഹുമാന്യനായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ ഇഹലോകത്തോട് വിട പറഞ്ഞത്. നമുക്ക് അറിയുന്നവരും അറിയാത്തവരുമായ നമ്മുടെ അടുത്തവരും അല്ലാത്തവരുമായ ധാരാളം ആളുകൾ ഈ ഒരു ഇടവേളയിൽ റബ്ബ് നിന്നെ തിരിച്ചു വിളിച്ചിട്ടുണ്ടാകും. റഹ്മാനായ റബ്ബെ, അവരോടൊക്കെ നീ കരുണ കാണിക്കണേ നാഥ.
അവരുടെ വീഴ്ചകൾ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ അമലുകൾ സ്വീകരിക്കണേ അല്ലാഹ്. അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.